SKSSFിന്റെ മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ നാസർ കരുളായിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കാലങ്ങളായിട്ട് വെൽഫെയർ UDFന് പ്രത്യക്ഷ പിന്തുണ നൽകിയിട്ടില്ല. പക്ഷേ ഈ വിഷയത്തിൽ സാധാരണഗതിയിൽ സ്വീകരിക്കുന്ന നിലപാട് SKSSFിന്റെ വ്യത്യസ്തമായിരിക്കും. എന്താണ് ഇതിലെ നിലപാടുള്ളത്? SKSFിനെ സംബന്ധിച്ചിടത്തോളം വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ പ്രഖ്യാപിച്ചത് ഗുണമോ ദോഷമോ എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു ആൻസർ പറയേണ്ടവരല്ല നമ്മൾ. വെൽഫെയർ പാർട്ടിയെ പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഏതൊരു വിഭാഗത്തിന് പിന്തുണ പ്രഖ്യാപിച്ചാലും അത് പിന്തുണ സ്വീകരിച്ച ആളുകളാണ് അതിന് ശേഷം വരുന്ന ഗുണവും അതുപോലെ തന്നെ പ്രത്യാഘാതങ്ങളും അനുഭവിക്കേണ്ടത് എന്നാണ് നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം SKSF എന്ന് പറയപ്പെടുന്ന ഈ ആത്മീയ വിദ്യാർത്ഥി പ്രസ്ഥാനം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനത്തിന്റെ കീഴിലൂടെ മുന്നോട്ട് പോകുന്ന വിദ്യാർത്ഥി വിങ്ങാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടുണ്ട്. അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കാണിച്ചു തന്ന നിലപാടാണ്. 26-ൽ സമസ്ത രൂപീകരിച്ച് 34-ൽ സമസ്ത അതിന്റെ ഭരണഘടന രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ കൃത്യമായി സമസ്തയുടെ ഓരോ അനുഭാവികളോടും സമസ്ത പറയുന്ന രാഷ്ട്രീയ നിലപാട് അത് ഇന്ന രാഷ്ട്രീയ പാർട്ടിക്ക് നിങ്ങൾ വോട്ട് ചെയ്യൂ എന്നല്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ ചൂണ്ടിക്കാണിച്ച് ഇതാണ് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് സമസ്ത പറഞ്ഞിട്ടില്ല. സമസ്ത രൂപീകരണം മുതൽ ഈ സമയം വരെ സമസ്ത പറഞ്ഞിട്ടില്ല. സമസ്തയുടെ രാഷ്ട്രീയ നിലപാട് സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല, എന്നാൽ വ്യക്തികൾക്ക് രാഷ്ട്രീയമാവാം. അതും എങ്ങനെയാവണം? പരിശുദ്ധമായ ദീനിന് നിരക്കാത്ത, ദീനിന് എതിരാവാത്ത തരത്തിലുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിയെയും സ്വീകരിക്കാമെന്നാണ് സമസ്ത പറയുന്നത്. അതാണ് സമസ്തയുടെ രാഷ്ട്രീയ നിലപാട്. അന്നും ഇന്നും എന്നും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പൂർണ്ണമായും എതിർക്കുന്ന ഒരു വിഭാഗമാണ് ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഈ വെൽഫെയർ പാർട്ടി. അപ്പൊ അതുകൊണ്ട് അവരെ വിശ്വസിക്കാൻ കഴിയുമോ ഇല്ലേ എന്ന് ഞങ്ങൾ പറയാനുള്ള കാരണം, ഒരു കാലത്ത് അഥവാ 1940-കളിലാണ് ജമാഅത്തെ ഇസ്ലാമി വരുന്നത്. അബുൽ അല മഅദൂദി സാഹിബിന്റെ ജമാഅത്തെ ഇസ്ലാമി പിറവിയെടുക്കുമ്പോൾ അവരവരുടെ രാഷ്ട്രീയ നിലപാട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അഥവാ രാഷ്ട്രീയ പാർട്ടികൾ പാടില്ല എന്ന് മാത്രമല്ല, സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുന്നത് പോലും ഞങ്ങളുടെ ഭാഷയിൽ ഷിർക്ക് എന്ന് അവർ പറഞ്ഞിരുന്നു. അഥവാ അനാചാരമാണ്, അത് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല, ഗവൺമെന്റ് തസ്തികകളിൽ ജോലി ചെയ്യുന്നത് തികച്ചും ഒഴിവാക്കേണ്ടതാണ് എന്ന് പറഞ്ഞ അവരുടെ തന്നെ പല നേതാക്കന്മാരും തുടക്കകാലത്ത് ഗവൺമെന്റ് ജോലികൾ രാജിവെച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമി പിൽക്കാലത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുകയും ഇത്തരം രീതിയിലേക്ക് അവർ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവരെ വിശ്വസിക്കുക എന്നതാണ് ഈ ഒരു സന്ദർഭത്തിൽ ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വെൽഫെയർ പാർട്ടിയുടെ ഈ പിന്തുണ അപ്പോൾ ആരോഗ്യ ഷൗക്കത്തിന് ദോഷം ചെയ്യുന്നതാണ് അങ്ങയുടെ വിലയിരുത്തൽ? അങ്ങനെ വ്യക്തമായി നമ്മൾ പറയുന്നില്ല. അതായത് നമുക്ക് അങ്ങനെ പറയാനും കഴിയില്ല. അതായത് അതൊക്കെ പിന്നെ ഈ വെൽഫെയർ പാർട്ടിയെ കേരളത്തിലുള്ള മുൻനിര രാഷ്ട്രീയക്കാർക്ക് എല്ലാവർക്കും കൃത്യമായി അറിയുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിലമ്പൂരിന്റെ കൃത്യമായ പൾസും അതിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് വെൽഫെയർ പാർട്ടി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ ആ പിന്തുണ സ്വീകരിച്ച് അവരാണ് അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇടപെടുകയും ചെയ്യേണ്ടത് എന്നാണ് ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാം. അതായത് ജമാഅത്തെ ഇസ്ലാമി പിന്തുണയ്ക്കുന്നവരെ സമസ്തയുടെ വിഭാഗക്കാർക്ക് പിന്തുണയ്ക്കുക എന്നുള്ളത് അത്ര ചിന്തനീയമായ കാര്യമല്ല. അല്ല, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയപ്പെടുന്ന ഒരു മതസംഘടനയെ പൂർണ്ണമായും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മതസംഘടന മതത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും വെച്ചുകൊണ്ട് ശക്തമായി എതിർക്കുന്നു. ആ മതസംഘടന പിന്നീട് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ സമസ്തയെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമിയെ തന്നെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അവരുടെ ആശയങ്ങളും ആദർശങ്ങളും സമൂഹത്തിന്റെ മുമ്പിൽ കൃത്യമായി തുറന്നു കാണിക്കുന്നവരാണ് ഞങ്ങൾ. പിന്നെ അവരുടെ രാഷ്ട്രീയ പാർട്ടിയെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. അപ്പൊ ഏത് മതത്തിന് നിരക്കാത്ത രാഷ്ട്രീയ പാർട്ടിയെയും നിങ്ങൾക്ക് സ്വീകരിക്കാം എന്ന് സമസ്ത പറഞ്ഞിട്ട് മതത്തിന് നിരക്കാത്ത രാഷ്ട്രീയ പാർട്ടി എന്നാണ്. അപ്പൊ അതുകൊണ്ട് വെൽഫെയർ പാർട്ടിയെ തീർച്ചയായും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം അവർ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന വിഭാഗം തന്നെ മതത്തിന് വിഘാതമാകുന്ന തരത്തിൽ നവീന ആശയങ്ങൾ കുത്തി നിറച്ചു കൊണ്ടുവരുന്നവരാണ്. അതുകൊണ്ട് ആ പാർട്ടിയെ ഞങ്ങൾ നിരാകരിക്കുന്നത് കൊണ്ട് അവരുടെ രാഷ്ട്രീയ നിലപാടുകളെ ഞങ്ങൾ അംഗീകരിക്കേണ്ടതില്ലല്ലോ. നിലമ്പൂർ മണ്ഡലത്തിൽ ജമാഅത്തെ ഇസ്ലാമിയേക്കാൾ കൂടുതൽ ഈ സുന്നി വിഭാഗത്തിൽപ്പെട്ട സമസ്തയുടെ അണികളില്ലേ? തീർച്ചയായിട്ടും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് വളരെ വിരളമായ കുറച്ച് വോട്ടുകൾ മാത്രമാണ് ഈ നിലമ്പൂർ മണ്ഡലത്തിലുള്ളത്.
എന്നാൽ സുന്നി എന്ന് പറയുന്ന വോട്ട് നല്ല ഒരു വോളിയം, അവരെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മൾ തമ്മിൽ തുലനം ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വലിയൊരു വോളിയം വോട്ട് തന്നെ ഇവിടെ സുന്നി വിഭാഗത്തിനുണ്ട്. ഏകദേശം ഒരു 25,000-30,000 വോട്ട് ആ ഒരു രൂപത്തിൽ. ഞങ്ങളതിനെ റേഞ്ച് എന്ന് പറയുന്ന രീതിയിലാണ് ശരിക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പറയാറുള്ളത്. പഞ്ചായത്തുകളെ റേഞ്ചായിട്ട് പരിഗണിക്കുമ്പോൾ അതിലുള്ള അവരുടെ കുടുംബങ്ങളും മറ്റു അംഗങ്ങളെല്ലാം കൂടെ കൂടുമ്പോൾ ഒരു 30,000-നടുത്ത് വോട്ട് തീർച്ചയായിട്ടും ഒരു സുന്നി വിഭാഗം എന്ന് പറയുന്ന ഈ ഒരു സമസ്തയുടെ ലേബലിൽ വരുന്ന വോട്ടുകൾ ഉണ്ടാവും. പക്ഷെ ആ വോട്ട് ഇന്ന പാർട്ടിക്ക് എന്ന് കൃത്യമായിട്ട് പറയാൻ ഞങ്ങൾ ഒരുക്കമല്ല. കാരണം സമസ്തയുടെ രാഷ്ട്രീയ നിലപാട് ഇതായിരുന്നു. ജമാഅത്തേക്കാളുള്ള ഒരു 10 ഇരട്ടി വോട്ടുണ്ട്. തീർച്ചയായിട്ടും. ജമാഅത്തെ ഇസ്ലാമി വളരെ നാമമാത്രമായ ചില ഇതിനോട് താരതമ്യം ചെയ്ത് പറയുമ്പോഴാണ് ഞാൻ പറയുന്നത്. ഞാൻ ആരെയും ആക്ഷേപിക്കാനല്ല. തീർച്ചയായും ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള കൃത്യമായ ആൻസർ പറയുകയാണെങ്കിൽ വളരെ കുറഞ്ഞ വോട്ടുകൾ മാത്രമാണ് ജമാഅത്തെ ഇസ്ലാമിക്കുള്ളത്. ഈ വോട്ടിന്റെ പ്രതിഫലനം നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം അല്ലെ, ഓരോ വ്യക്തികളുടെ തീരുമാനമാണെങ്കിൽ പോലും. അത് നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അതിന്റെ റിസൾട്ടുകൾ വരുന്ന സമയത്ത് അതിലൂടെ നമുക്ക് എല്ലാവർക്കും നോക്കി കാണാൻ കഴിയുന്ന ചില വിഷയങ്ങളാണല്ലോ. അപ്പം അതുകൊണ്ട് ആ കാര്യത്തെ നമുക്ക് ഇലക്ഷന്റെ റിസൾട്ടിനൊക്കെ ശേഷം തന്നെ നോക്കി കാണാം. പക്ഷേ UDF-നെ സംബന്ധിച്ച് ആത്മവിശ്വാസം നൽകുന്ന കാര്യങ്ങളല്ല അദ്ദേഹം പറയാതെ പറയുന്നത്. ഇത് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. വിനോദ് കുമാറിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18.